ഒരു പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ കോട്ടയം സയൻസ് സിറ്റിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ മേൽനോട്ടത്തിലാണ് സയൻസ് സിറ്റിയുടെ ഒന്നാം ഘട്ടമായ സയൻസ് സെന്റർ യാഥാർത്ഥ്യമായത്. ശാസ്ത്ര ഗാലറികൾ, ത്രിമാന പ്രദർശന തിയേറ്റർ, ശാസ്ത്ര പാർക്ക്, സെമിനാർ ഹാൾ, ഇന്നൊവേഷൻ ഹബ്ബ് എന്നിവ ഉൾക്കൊള്ളുന്ന സയൻസ് സെന്ററാണ് പ്രധാന ഭാഗം. പ്ലാനറ്റോറിയം, മോഷൻ സിമുലേറ്റർ, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി തിയേറ്ററുകൾ, സംഗീത ജലധാര, പ്രകാശ ശബ്ദ സമന്വയ പ്രദർശനം, വാനനിരീക്ഷണ സംവിധാനം, പൂന്തോട്ടങ്ങൾ എന്നിവയാണ് സയൻസ് സിറ്റി പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. കോട്ടയം സയൻസ് സിറ്റി സമയബന്ധിതമായി പൂർണ്ണ സജ്ജമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോട്ടയം കുറുവിലങ്ങാട് കോഴായിൽ സ്ഥാപിച്ച സയൻസ് സിറ്റിയുടെ ഒന്നാം ഘട്ട ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രത്തിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രം ഉണ്ടാകുന്നത് എല്ലാവരെയും ആധുനിക കാലത്ത് സന്തോഷഭരിതരാക്കും. എല്ലാതരം ഇരുട്ടുകളെയും അകറ്റാനുള്ള ആയുധമാണ് സയൻസ്. നവോത്ഥാന കാലത്ത് തന്നെ ശാസ്ത്രത്തെ വാഴ്ത്തി സയൻസ് ദശകം എഴുതിയ ചരിത്രമാണ് കേരളത്തിനുള്ളത്. വൈജ്ഞാനിക പഠനത്തിന്റെ പരീക്ഷണശാലയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. By 2050, nearly 40% of the global population may face drinking water shortages. Kerala too has faced floods, coastal erosion, and changing climate impacts. I believe these changes cannot be addressed by government alone. The solution must come from within the society, especially from our youth and future generation. Empowered with science and innovation. ശാസ്ത്ര പ്രചാരണത്തിന് വിപുലമായ പരിപാടികളാണ് നടത്തുന്നതെന്നും എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ശാസ്ത്രമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. Every exhibit here is an inspiration. Every experiment is a possibility and create sense of responsibility. മന്ത്രി ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. മന്ത്രി വി എൻ വാസവൻ, എംപിമാരായ ഫ്രാൻസിസ് ജോർജ്, ജോസ് കെ മാണി, എംഎൽഎമാരായ മോൻസ് ജോസഫ്, സി കെ ആശ എന്നിവർ പങ്കെടുത്തു.